ഗുഡ് മോർണിംഗ് കൊച്ചി. നമ്മളിപ്പോൾ എടപ്പള്ളിയിലാണുള്ളത്, കൊച്ചിയിൽ. ഇപ്പോൾ സമയത്തിനായി 5:30 ആയിട്ടുണ്ട്. നമ്മളുടെ ഇന്നത്തെ യാത്ര പോകുന്നത് തമിഴ്നാട്ടിലെ ചെട്ടിനാട് എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 390 കിലോമീറ്ററാണ് ചെട്ടിനാട് കാണിക്കുന്നത്. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന പ്ലാന് യഥാർത്ഥത്തിൽ മൂന്നാർ കൂടി തമിഴ്നാട് കയറുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാന്. മെട്രോ പില്ലറിൻ്റെ അടിയിലുള്ള ആ ലൈറ്റ് നോക്കിയാൽ എന്ത് രസം നോക്കിയാൽ. ആ ഒരു വാം ലൈറ്റ് കാണാൻ നല്ല രസമാണ്. ഇതാണ് നേര്യമംഗലം പാലം. അതായത് മൂന്നാറിനെ കണക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പാലമാണിത്. അതിൻ്റെ പാരലായിട്ട് വേറൊരു പാലം പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കാൻ തോന്നുന്നു. കഷ്ടിച്ച് ഒരു ബസ്സിന് മാത്രം പോകാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പാലമായത്. ഇതിന് പാരലായിട്ട് വേറൊരു പാലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നോക്കുമ്പം ഇത് പെരിയാറാന്ന് തോന്നുന്നു. പെരിയാറിൻ്റെ മനോഹരമായിട്ടുള്ള വ്യൂ ആണ്. താഴെ മേളിൽ കാണുന്നതൊക്കെ ഒരു ഫോറസ്റ്റിൻ്റെ ഭാഗമായിരിക്കും. ഈ റോഡ് പോകുന്നത് ഒരു ഫോറസ്റ്റിൻ്റെ നടുക്കോടെയാണ്. നമ്മൾ അടിമാലി ടൗണിലേക്ക് എത്തി. സമയം 8:12 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് മൂന്നാറിലേക്ക് അധികം ദൂരമില്ല. നമുക്കിവിടുന്ന് എന്തെങ്കിലും കഴിച്ചിട്ടൊന്ന് പോകാം. ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പൊറോട്ട, ബീഫ് കറി. ഓക്കെ, അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. പൊടി ഇളക്കി. അവിടെ എന്തോ ചടങ്ങ് നടക്കുന്നുണ്ടല്ലോ. ഇതെന്ത് സംഭവം എനിക്ക് മനസ്സിലായില്ല. അവരെന്താണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം.
വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ആചാരം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇങ്ങനെ ഇതെന്നതാ പരിപാടി? അമ്പലപ്പരിപാടി. എനിക്ക് മനസ്സിലായില്ല എൻ്റെ പരിപാടിയിൽ. ട്രാഫിക്കായിട്ട് വിശദമായിട്ട് ചോദിക്കാൻ പറ്റിയില്ല. എനിക്കൊന്ന് ഇങ്ങോട്ടായിരിക്കും ആ ചടങ്ങ് വരുന്നത് അല്ലേ? വലിയൊരു വില്ലേജാണിത്. ഇതിൻ്റെ താഴെ ഒരു ഗാർഡൻ കാണാം. നമ്മളിപ്പോൾ പോകുന്നത് മൂന്നാറിൽ നിന്ന് തേനി റൂട്ടിലേക്കാണ്. അവിടുന്ന് പോകുമ്പോഴുള്ളൊരു കാഴ്ച ഇത്. ഇവിടെ ഒരു ഗാർഡൻ ഉണ്ട്. ഇവിടെ കുറേ വീടുകൾ കാണാൻ പറ്റും. ആ പച്ചപ്പിൻ്റെ ഇടയ്ക്ക് ആ വീടുകൾ വളരെ നല്ല രസമുണ്ട് കാണാൻ. എന്നാ പോക്കാ പോകുന്നു. അങ്ങോട്ട് മൊട്ടക്കുന്നുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ കുറേ ആൾക്കാർ ഫോട്ടോഷൂട്ടിന് വേണ്ടി തന്നെ ഇതിനകത്ത് വരികയാണ്. ഈ തേയിലത്തോട്ട് നിന്ന് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു വലിയ വിനോദമാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ സഞ്ചാരികൾക്ക്. മൂന്നാർ കണ്ടെന്നുള്ളതിൻ്റെ ഒരു പ്രധാന തെളിവാണ് ഈ തേയിലത്തോട്ടത്തിൽ നിന്നുള്ള ഫോട്ടോ. പിന്നെ താഴത്തേനേക്കാളും കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് ഇവിടെ ആയിരിക്കാം. അതിൻ്റെ ഒരു വലിയൊരു ഏരിയ വ്യൂ പോലെ ഇവിടെ നിന്ന് കിട്ടും. ലോങ് അവിടുത്തെ മല വരെ ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. ഞാനവിടെ വണ്ടി നിർത്തിയപ്പോഴേ ഒരു സായിപ്പ് ഒരു ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഹായ്,
Hi. Germany. Haha. Welcome to Kerala. Can we take a selfie? Beautiful to ride, isn't it? Selfie. Yeah. Selfie. Huh? Okay, fine. Me too. Huh? YouTube. What's your name? Ingmar. Huh? Ingmar. Hengma. Okay. It's a bit broken. Okay. It's low. Yeah, that's it. Um. No problem. Okay. Okay. You got a GoPro on your helmet. Yeah. Perfect for the scenery. Yeah. Okay. Thank you. I rode with the Royal Enfield around Sri Lanka. Ah. I know how to ride it. Yeah. 1 month around Sri Lanka. Oh, okay. Also 350 Classic. Yeah, really like it. Enjoy your ride. Oh. Thank you very much. വഴി തെറ്റിയോ? ചേട്ടാ, ഈ തേനി പോകുന്ന വഴി ആണല്ലേ? തിരിച്ചു പോകണം അല്ലേ? ഇതിലെ പോയി അങ്ങോട്ടാ തിരിയണ്ടല്ലേ? ഓഹോ, ഇവിടുന്ന് കമ്പത്തിനല്ലേ? ഇവിടുന്ന് അങ്ങോട്ട് പോകണം അല്ലേ? ഓ, ഓക്കെ. താങ്ക് യു. നമുക്ക് വഴി എവിടെയോ വെച്ചൊരു മിസ്സിങ് പറ്റി. നമ്മളൊരു ചെക്ക് പോസ്റ്റോട്ട് വന്നിട്ടുണ്ട്. ഇവിടുന്ന് പോകേണ്ടത് ലെഫ്റ്റാണ്. ഇതൊരു ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റാണ്. തമിഴ്നാട് തേനി. ഓ, എനിക്കൊന്ന് വലിയ ഗുഡ്സ് വണ്ടികൾ പോകുന്നിട്ട് വഴി തീരെ മോശമായിരിക്കാം. മരങ്ങളിങ്ങനെ റോഡിലോട് ചാഞ്ഞിട്ട് നല്ല തണലാണ്. ഇപ്പോൾ ഏകദേശം 2 മണിയായിട്ടുണ്ട്. 2 മണിയായപ്പോഴും ഈ റോഡിന് നല്ല തണലും ഇവിടെ നല്ല തണുപ്പുമാണ്. പുറകിൽ ബസ്, മുന്നിൽ ഓട്ടോ,
ഞാൻ ആ ബസ്സിൻ്റെ ഹോണടി കേട്ടില്ല. എന്നാ സൗണ്ട് ആ പാട്ട് വെച്ചിട്ട്. അത് ഞാൻ എന്നാ സംഭവം, അത് എവിടെ നിന്ന് ഈ പാട്ട് കേൾക്കുന്നതെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ പുറകിലൊരു ബസ് പാഞ്ഞു വന്ന് ചവിട്ടുന്നു. അല്പം രക്ഷ നടാൻ വേണ്ടി ഒരു കരിക്ക് കുടിക്കാൻ വന്ന. ഒരു സമാധാനമായി. ഇതൊരു തികച്ചും വില്ലേജ് റോഡാണ്. ഒരു വയലിന് നടുക്കോടുള്ള വഴിയായത്. ഇതുണ്ടോ, ഇതാണ് തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുടെ ഒരു ഏകദേശ രൂപം. ഇതുപോലെ ഒരുപാട് കൊത്തുപണികളൊക്കെയുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ ചിത്രപ്പണികളുള്ള ക്ഷേത്രങ്ങളാണ് തമിഴ്നാട്ടിൽ കൂടുതലും. ഓരോരോ ശില്പങ്ങൾ, ഇതിനോരോ ശില്പങ്ങൾക്കും ഓരോ പ്രാധാന്യമുണ്ട്. ഓരോ ദൈവങ്ങളായിരിക്കും ഇത്, ഇവരുടെ ഓരോരോ സങ്കല്പങ്ങൾ. അപ്പോൾ നമുക്കിനി ഏകദേശം ഒരു 125-130 കിലോമീറ്ററാണ് ദൂരം കാണിക്കുന്നത്. ചെട്ടിനാട് എത്തുമ്പോഴത്തേക്ക് ഒരു സമയമാകും. നമ്മളിന്ന് ഇച്ചിരി വൈകിപ്പോയി. ഇതുണ്ട്, എല്ലാ ക്ഷേത്രങ്ങളും ചിലതിനകത്ത് ശില്പങ്ങളുടെ എണ്ണം കൂടുന്നു, ചിലതിനകത്ത് ശില്പങ്ങളുടെ എണ്ണം കുറയുന്നു. ആ ഒരു വ്യത്യാസമുള്ളൂ. പക്ഷേ എല്ലാ ക്ഷേത്രങ്ങളുടെയും ഒരു ആകൃതി ഒന്ന് തന്നെയാണ്. ഇവിടെ സിഗ്നലൊന്നും ഇല്ല. വേറെ ചെറിയ ഇൻഡസ്ട്രികളാണ്. എനിക്ക് നമുക്ക് കരിമ്പിൻ്റെ സത്തെടുക്കുന്ന ഒരു ചെറിയ പരിപാടി ആയിരിക്കാം. എന്തിനും ഏതിനും ആഘോഷങ്ങളാണ് ഇവിടെ. ശബരിമലയ്ക്ക് പോകുന്നതിന് അതിൻ്റെ ആഘോഷമാണ് ഇവിടെ. ഏകദേശം 6:30 ആയിട്ടുണ്ട്. നമുക്കിനി മുമ്പിലൊരു 80 കിലോമീറ്ററും കൂടെ ഉണ്ട് ചെട്ടിനാട്. പക്ഷേ ആ ചെട്ടിനാട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇന്ന് ഇത്രയും ഇരുട്ടിയത് കൊണ്ട് നമുക്ക് ഒന്നും കാണാനൊന്നും പറ്റത്തില്ല. എന്താണെങ്കിലും നാളെ രാവിലെ ചെട്ടിനാട് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിന്ന് യഥാർത്ഥത്തിൽ പട്ടിണിയാണ്. അവിടെ കുറച്ച് ഭക്ഷണം കിട്ടുന്ന സ്ഥലമുണ്ടല്ലോ, എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. പുകയൊക്കെ ഉണ്ട്. சாப்பாடு இருக்கா? தோசை, omelette, ஆவு தோசை omelette.
குருமா தரவா குருமா என்னம்மா சாப்பாடு என்ன അപ്പോൾ ഞാൻ എൻ്റെ പ്ലാനൊന്ന് ചേഞ്ച് ചെയ്തു. പ്ലാൻ ബി എന്താണെന്ന് വെച്ചാൽ ടെൻ്റ് അടിക്കുക. അതിനെ പറ്റിയൊരു സ്ഥലം നോക്കി ഞാൻ നടക്കുക. ഈ ഹൈവേ കൂടെ കുറച്ച് നേരം ഓടാൻ തുടങ്ങിയിട്ട് ഇവിടെ ടെൻ്റ് അടിച്ചാലോ? ഫൈനലി അങ്ങനെ നമ്മൾ ടെൻ്റ് അടിച്ചു. ഇതൊരു ഹൈവേയുടെ സൈഡിലാണ്. ബസ്സൊക്കെ പോകുന്നുണ്ടോ? പിന്നെ എനിക്ക് 1-2 അയൽവാസികളെ കൂടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാവേ. ഇതൊരു വേലിക്കെട്ടാണ്. ഇതിൻ്റെ അകത്താണ്. അങ്ങ് അവിടെ നോക്കിയേ, 2 പശുക്കൾ. 2 എണ്ണമല്ല, ഇവിടെയുണ്ട് പശു. 2 പേര് കിടന്നുറങ്ങുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരാളുണ്ട്. ഇതിലേക്ക് 2 പശുക്കളുണ്ട്. ഇതിൽ പശുക്കൾ നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇന്നത്തെ രാത്രി നമുക്കിവിടെ കിടന്നുറങ്ങാം. എനിവേ നിങ്ങൾക്കെല്ലാവർക്കും ഈ യാത്ര ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.